ഹലോ! ജോയിനിങ് ആംഗിൾസ് എന്ന ഈ ഒരു ചാപ്റ്ററിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് അറിയോ? നമുക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് പേജിൽ കാണിച്ചു തരാം. ആ ചിത്രങ്ങളിൽ കുറച്ച് ആംഗിൾസിന്റെ ഫോട്ടോസ് ആണ്. അതിൽ നമ്മൾ ആംഗിൾസ് മൈനസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടോ ആംഗിൾസ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ആദ്യത്തെ ചിത്രം ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ആംഗിൾ ഡി എ ബി. ആംഗിൾ ഡി എ ബി എത്രയാണെന്ന്. ഇത് ഡി എ ബി ഡി എ ബി. അതായത് ഈ വലിയ ആംഗിൾ എത്രയാണെന്ന് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ഈ വലിയ ആംഗിൾ നമ്മൾ എങ്ങനെ കാണുക? വലിയ ആംഗിൾ കണ്ടുപിടിക്കാൻ ഈ ചെറിയ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിളും അതുപോലെ ഇവിടെയുള്ള ഈ ഒരു ആംഗിളും രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഈ രണ്ട് കോണും കൂട്ടിയാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാക്കാം ആംഗിൾ ഡി എ ബി എന്ന് പറഞ്ഞാല് ആംഗിൾ ഡി എ സിയും ആംഗിൾ സി എ ബിയും കൂടെ ആഡ് ചെയ്തതാണ്. അല്ലേ? ഏതൊക്കെ ആംഗിള്? ആംഗിൾ ഡി എ ബിയും ആംഗിൾ ഡി എ സി അതും ആംഗിൾ സി എ ബിയും കൂടെ ആഡ് ചെയ്തതാണ്. ഇവിടെ ആംഗിൾ ഡി എ സി എന്നാൽ 40 ഡിഗ്രി ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എഴുതി 40 ഡിഗ്രി പ്ലസ് മറ്റേ ആംഗിൾ സി എ ബി എന്നത് 60 ഡിഗ്രി ആണ്. അല്ലെ? 60 ഡിഗ്രി തന്നു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 40യും 60യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 100 എന്ന് കിട്ടിയില്ലേ? അപ്പോ 100 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ഡി എ ബി വരുന്നത്. അതായത് ഇവിടെ 40 ഡിഗ്രിയും അതുപോലെ തന്നെ 60 ഡിഗ്രിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആംഗിൾ ഡി എ സി. അതായത് ആംഗിൾ ഡി എ സി ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അവർ തന്നിട്ടുള്ളത് ഈ കുഞ്ഞ് ആംഗിളും അതുപോലെ ഈ കംപ്ലീറ്റ് ആംഗിളും തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ വലിയ ആംഗിൾ എഴുതാൻ നോക്കുക. ആംഗിൾ ഡി എ ബി. വലിയ ആംഗിൾ ഏതാണ്? വലിയ ആംഗിൾ ഡി എ ബി ആണ്. ആ ആംഗിളിൽ നിന്ന് ആ ഒരു കോണിൽ നിന്ന് ഈ സി എ ബി എന്ന 30 ഡിഗ്രി കുറച്ചാൽ മതി. ആംഗിൾ സി എ ബി മൈനസ് ചെയ്താൽ നമുക്ക് ഈ കുഞ്ഞ് ആംഗിൾ കിട്ടൂലേ? അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വലിയ കോണ് 80 ഡിഗ്രിയാണ്. അപ്പോൾ 80 ഡിഗ്രിയിൽ നിന്നും നമ്മൾ ചെറിയ കോണായിട്ടുള്ള 30 ഡിഗ്രി മൈനസ് ചെയ്താൽ നമുക്ക് ആ ആംഗിൾ കിട്ടും. അത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 50 ഡിഗ്രി എന്നാണ് കിട്ടുക. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഇതാ 80ൽ നിന്നും 30 മൈനസ് ചെയ്തപ്പോ നമുക്ക് 50 എന്നാണ് ആൻസർ കിട്ടിയിട്ടുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് ചോദിച്ചിട്ടുള്ള ആംഗിൾ കിട്ടി. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ആംഗിൾ ഡി എ ബി ആണ്. ആംഗിൾ ഡി എ ബി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈ വലിയ ആംഗിൾ ആണ് കേട്ടോ. ഈ മുഴുവനായിട്ടുള്ള ഈ ഒരു ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതേ നമുക്ക് തന്നിട്ടുള്ളത് ഈ ചെറിയ രണ്ട് കോണുകളും തന്നിട്ടുണ്ട്. ഒരു കോൺ 30 ഡിഗ്രിയാണ്, മറ്റേ കോൺ 60 ഡിഗ്രിയുമാണ്. അപ്പൊ അത് രണ്ടും കൂട്ടിയാൽ നമുക്ക് അത് കിട്ടുമല്ലോ. ആ 30ഉം 60ഉം കൂട്ടിയാൽ 90. ആ ഒരു കോൺ എത്ര ഡിഗ്രിയാ തന്നു? മനസ്സിലായി? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയുള്ള ഒരു കോണിനെ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു കോണിനെ ഇവിടെ 60ഉം അതുപോലെ ഇവിടെ 30ഉം ഒക്കെ ആയിട്ട് ഇത് 90 ആയതുകൊണ്ട് നമുക്ക് അതിനെ വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേനോ? അങ്ങനെ വരയ്ക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ദിന മിസ് വലുതാക്കി വരച്ചത്. അത് വലുതാക്കിയിട്ടും വരയ്ക്കാം, ചെറുതാക്കിയിട്ടും വരയ്ക്കാം. അടുത്തത് ഇതാണ്. ഇത് നോക്ക്. ആംഗിൾ ഡി എ സി എന്നൊരു ആംഗിൾ ഇവിടെ ഉണ്ട്. അതുപോലെ സി എ ബി ഇങ്ങനെ കുറെ ആംഗിൾസ് ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആംഗിൾ ഡി എ സി ആണ്. അതായത് ആംഗിൾ ഡി എ സി ഈ ചെറിയ ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ചെറിയ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ തന്നിട്ടുള്ള വലിയ ആംഗിൾ ഉണ്ടല്ലോ ഈ ഇരിക്കുന്ന 120 ഇതിൽ നിന്നും
നമ്മുടെ ഈ കുഞ്ഞ ആംഗിള് ഇവനെ ഒഴിവാക്കിയാൽ ഈ ആംഗിൾ കിട്ടുമല്ലോ. അതായത് 120 നിന്നും 45 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. 120 നിന്നും 45 മൈനസ് ചെയ്താല് നമുക്ക് എത്ര കിട്ടുക? 70 ഡിഗ്രി എന്നല്ലേ കിട്ടുക. 70 ഡിഗ്രി. അപ്പൊ എന്ത് മനസ്സിലായി? ഇതേ ഇരിക്കുന്ന ഈ ഒരു ആംഗിൾ 70 ഡിഗ്രി ആന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ക്ലാസ് നല്ല ഈസി ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.